സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ലോകത്തിൻ്റെ കണ്ണും കാതും തന്നിലേക്ക് സന്നിവേശിപ്പിച്ച ഭാരതത്തിൻ്റെ മഹാമനീഷി സ്വാമി വിവേകാനന്ദൻ്റെ 123 സമാധി വാർഷികം ആണിന്ന്. 1902 ജൂലൈ 4 രാത്രി 39 വയസ്സിൽ ജീവിത ദൗത്യം പൂർത്തിയാക്കി ശരീരം വെടിഞ്ഞെങ്കിലും താൻ നൽകിയ വിവേകം കൊണ്ട് ഇന്നും ലക്ഷക്കണക്കിന് സനാതന വിശ്വാസികളെ ആനന്ദിപ്പിക്കുകയാണ് വിവേകാനന്ദ സ്വാമികൾ. ആത്മീയതയെ പാശ്ചാത്യ ഭൗതികതയുമായി സംയോജിപ്പിക്കുന്നതിൽ വിജയം വരിച്ച സന്യാസി ശ്രേഷ്ഠൻ എന്ന നിലയിലാണ് വിവേകാനന്ദ സ്വാമികളെ ലോകം അന്നും ഇന്നും എന്നും സ്മരിക്കുന്നത്. 1893 ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ള അഭിസംബോധനയാണ് പിന്നീട് ഏറെ നേരം നീണ്ടുനിന്ന കരഘോഷം സമ്മാനിച്ചത്. ആഗോള സമൂഹം ഒന്നടങ്കം ആ മനീഷിയെ മനസ്സാസ്മരിച്ചതിന്റെ നേർസാക്ഷ്യം കൂടിയായി പിന്നീട് മറ്റൊരാൾക്കും ഇന്നേവരെ കഴിയാതെ പോയ ആ പ്രഭാഷണ പ്രഭ. Sisters and brothers of America, I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions, and I thank you in the name of the millions and millions of Hindu people of all classes and sects. My thanks also to some of the speakers on this platform who, referring to the delegates from the Orient, have told you that these men from far-off nations may well claim the honor of bearing to different lands the idea of toleration. I am proud to belong to a religion which has taught the world both tolerance and universal acceptance. 1863 ജനുവരി 12 കൊൽക്കത്തയിൽ ജനിച്ച നരേന്ദ്രനാഥ് എന്ന വിദ്യാർത്ഥി വേദാന്ത പഠനമാണ് പ്രസിഡൻസി കോളേജിൽ പഠന വിഷയമായി തിരഞ്ഞെടുത്തത്. കോളേജ് വിദ്യാർത്ഥിയുടെ ഈശ്വരനെ തേടിയുള്ള പ്രയാണം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സംവേദ എത്തുന്നതിന് കാരണമാവുകയും ചെയ്തു. അവിടുത്തെ സാമീപ്യത്തിൽ നിന്ന് ഈശ്വര ചൈതന്യം സ്വന്തം ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് തിരിച്ചറിഞ്ഞ മനീഷി പിന്നീട് തന്റെ ഉള്ളിലെ ആത്മീയ ജ്വാല ലോകത്തിന്റെ നെറുകയിലേക്ക് സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ കെടാവിളക്കായി കൊളുത്തിവെക്കുകയായിരുന്നു. ഭാരതത്തെ ഒന്നാകെ ലോകത്തിനു മുന്നിൽ ഇത്ര മനോഹരമായി വരച്ചുകാട്ടാൻ കഴിഞ്ഞ ഒരാത്മീയ ചൈതന്യം വേറെ ഉണ്ടാവില്ല. ചിന്മുദ്രയുടെ അർത്ഥം മലയാള നാട്ടിലെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളിൽ നിന്ന് സ്വായത്തമാക്കിയ വിവേകാനന്ദ സ്വാമികൾ ജാതി ചിന്തകൾ തീവ്രമായ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചതിന്റെ അലയൊലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. വിവേകാനന്ദൻ പറഞ്ഞു വെച്ച വാക്കുകൾ ഇന്നും എത്രയോ പ്രസക്തം. എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾക്ക് എന്തും എല്ലാം ചെയ്യാൻ കഴിയും. അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ദുർബലനാണെന്ന് വിശ്വസിക്കരുത്. എഴുന്നേറ്റു നിൽക്കുക. നിങ്ങളുടെ ദൈവികത പ്രകടിപ്പിക്കുക. സ്വന്തം സ്വഭാവത്തോട് സത്യസന്ധത പുലർത്തുക. അതാണ് ഏറ്റവും വലിയ മതം എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അദ്ദേഹം നമുക്കായി കരുതി വെച്ചു. വിശക്കുന്നവന് മുന്നിൽ ആഹാരമാണ് ദൈവമെന്ന് പ്രഘോഷിച്ച വിവേകാനന്ദ സ്മരണകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമങ്ങളോടെ. ന്യൂസ് ഡെസ്ക് ജനം.